ഇടുക്കി കുമളിക്കാരുടെ പളിയ നൃത്തം അവതരിപ്പിച്ച് എ ഗ്രേഡ് നേടി കണ്ണൂരിലെ മിടുക്കികൾ ശ്രദ്ധേയരായി. അപ്പീൽ വഴിയായിരുന്നു കലോത്സവ വേദിയിൽ ഇവരെത്തിയത്. വേദി 15 കബനി നദി നമ്മുടെ സ്വന്തം നിശാഗന്ധിയിൽ പളിയ നൃത്തം കഴിഞ്ഞ് കേരള വിഷന് വേണ്ടി അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ എത്തിയ കൂട്ടുകാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങൾ ഏത് ജില്ലയാ? കണ്ണൂർ. ആദ്യം നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. പേര്? ദേവനന്ദ. ആര്യ ഉണ്ണി. ശ്രാവണ ഷാജി. അഷിത. അലോണ. നയൻ കൃഷ്ണ. ദേവനന്ദ. ഫാത്തിമാനദ. അഷ്മിത ബിജു. ആര്യനന്ദ. ആദിത്യ. ജോയൽ. എല്ലാവർക്കും പളിയ നൃത്തം എന്താണെന്നൊരു സംശയം ഉണ്ടാവും. ആരാ പളിയ നൃത്തത്തെ കുറിച്ച് കൂടുതൽ വ്യക്തതയോടെ പറയാ? പളിയ നൃത്തം എന്നത് ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്തെ ഒരു തനതായ കലാരൂപമാണ്. അത് ഏളാത്ത് പളിച്ചമ്മയെ സ്തുതിച്ചുകൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ മാസ്റ്റർ പറഞ്ഞു. മാസ്റ്റർ എവിടെ? മാസ്റ്ററുടെ പേരെന്താ? പ്രശാന്ത്. ഈ എവിടെയാ മാസ്റ്ററുടെ നാട്? എവിടെയാ? കുമളി തന്നെയാ. അപ്പൊ നിങ്ങളുടെ സ്വന്തം കലയാ? ആ കല നമ്മുടെ കണ്ണൂരിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല ബെറ്റർ എക്സ്പീരിയൻസ്. കഴിഞ്ഞു. റിസൾട്ട് വന്നിട്ടുണ്ടോ? വന്നു. എ ഗ്രേഡ് ആണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ അല്ലേ, അവര് തകർത്തു. അപ്പൊ പളിയ നൃത്തത്തെ കുറിച്ച് കുട്ടി പറഞ്ഞത് കറക്റ്റ് ചെയ്യാനല്ലേ? നമ്മള് പളിയ നൃത്തം എന്ന് പറയുന്നത് നമ്മുടെ തനതായ കലാരൂപമാണ്. നമ്മൾ ഏളാത്ത് പളിച്ചമ്മയെ സ്തുതിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നൃത്തമാണ്. അത് ആരാധന നൃത്തമാണ്. ഇവര് സ്റ്റേജിൽ കളിച്ചത് വന്ന് കല്യാണപ്പാട്ട് എന്ന് പറയുന്നതാണ്. അതായത് മറ്റേ ചെക്കൻ വീട്ടിലെ പെണ്ണിനെയും ചെറുക്കൻ വീട്ടുകാരെയും കളിയാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് കുശലം പറഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു കലാരൂപമാണ് ഇപ്പോൾ ഇവർ കളിച്ച കല്യാണപ്പാട്ട് എന്ന് പറയുന്നത്. നമുക്ക് അവരുടെ പ്രകടനം കാണാം. അതിന് മുമ്പ് തന്നെ ഒരു ചോദ്യം. നിങ്ങളുടെ സ്വന്തം കലയാണ്, അത് ആദ്യമായിട്ട് കലോത്സവ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഇടുക്കിയിലെ മാത്രമല്ല, എല്ലാ ജില്ലയിലെ കുട്ടികളും അത് വന്ന് അവതരിപ്പിക്കുന്നു. അത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം. ഇനിയും കുറെ കലകൾ വരാനുണ്ട്, അവരെയും കൂടെ ഉൾക്കൊള്ളിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇതൊക്കെ കുറച്ച് കൊല്ലം മുമ്പേ വരേണ്ടതായിരുന്നു അല്ലേ? ഇപ്പോൾ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു കലയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആർക്കും ഇങ്ങനെ പറഞ്ഞാലും അറിയില്ല. ഇപ്പം പൊതുവെ ഒരാളുടെ അടുത്ത് ഇന്ന കല അറിയുമോ എന്ന് ചോദിച്ചാൽ അവർ അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് ഇപ്പം കേരളം മൊത്തം അറിയപ്പെടുന്നു. ഗോത്രകല നമ്മൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് എന്തിനാ? ആ ഗോത്രകലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെയും കൂടി ഒന്ന് അപ്ലിഫ്റ്റ്, അവരുടെ കലാരൂപങ്ങൾ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ തനതായ രൂപത്തിൽ വേണം അതിനെ അവതരിപ്പിക്കാൻ. എന്തെങ്കിലും യൂട്യൂബിൽ എവിടെയെങ്കിലും കണ്ടത് ചെയ്തിട്ട് അതിന് മാർക്ക് കൊടുക്കുക, ഇതൊരു കച്ചവടമൊന്നുമല്ല. ഞങ്ങളുടെ ഏറ്റവും നിർബന്ധമായിരുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂംസും കാര്യങ്ങളും നോക്കി അറിയാം. ഓരോ ഐറ്റവും, ഓരോ ഡ്രസ്സിൻ്റെ ഓരോ ഭാഗവും അതിൻ്റെ എക്സാക്റ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവരുടെയൊക്കെ വേഷം തന്നെ വളരെ രസമായിട്ടുണ്ട്. ഇത് എന്താ? ഇഞ്ചയാണ്. ഇത് എടുക്കാൻ നല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ചെയ്തു തന്നതാണ്. ഇത് അവരെ തന്നെ സ്റ്റിച്ച് ചെയ്തെല്ലാം ചെയ്തു തന്നതാണ്. ടീച്ചേഴ്സ് തന്നെ സെറ്റ് ചെയ്ത് തന്നതാ. ഇതൊക്കെ ഇതെല്ലാം നമ്മളെ മാസ്റ്റർ എല്ലാം കൂടി ചെയ്തു തന്നെയാണ്. എന്തായാലും നല്ല രസമുണ്ട് എല്ലാരെയും കാണാൻ. ഇനി നമുക്ക് അവരുടെ പളിയ നൃത്തം ഒന്ന് കണ്ടുവരാം. അടിപൊളിയായിരുന്നു. എല്ലാവരെയും കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. സ്റ്റെപ്പൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്തായാലും എ ഗ്രേഡോട് കൂടിയാണ് കണ്ണൂരിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ കണ്ണൂരിലെ മിടുക്കികളാണ് പളിയ നൃത്തം അവതരിപ്പിച്ചത്. എ ഗ്രേഡ് നേടി ഇനി കപ്പും കൊണ്ടുപോകുമെന്നാണ് അവർ പറയുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി സൂര്യഗായത്രി.